ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. ഇപ്പോൾ നമ്മൾ CBSE ക്ലാസ് 7 സയൻസ് ചാപ്റ്റർ 4 ഹീറ്റ് എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതുപോലെ അതിലെ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. എങ്കിൽ മാത്രമേ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഓക്കെ, നമ്മൾ റേഡിയേഷനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. സൂര്യൻ്റെ ചൂട് ഭൂമിയിലേക്ക് വരുന്നത് റേഡിയേഷൻ വഴിയാണ് അല്ലേ. അപ്പോൾ റേഡിയേഷൻ എന്ന പ്രോസസ്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. വൈ ആർ യു അഡ്വൈസ്ഡ് ടു യൂസ് ആൻ അംബ്രല വെൻ യു ഗോ ഔട്ട് ഇൻ ദി സൺ? അതായത് സൂര്യപ്രകാശത്തിൽ നമ്മൾ പോകുമ്പോൾ അംബ്രല ഉപയോഗിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അംബ്രല ഉപയോഗിക്കണമെന്ന് പറയുന്നത്? അതായത് ഈ റേഡിയേഷനിൽ നിന്ന് റേഡിയേഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അംബ്രല ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതായത് അംബ്രല യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വരുന്ന ഹീറ്റിനെ അത് എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് അംബ്രല ആണെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നു. ബ്ലാക്ക് ആണെങ്കിലും കളേർഡ് ആണെങ്കിലും അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് ആണെങ്കിൽ പൂർണ്ണമായിട്ടും അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് അബ്സോർബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കളേർഡ് അംബ്രല്ലാസ് ആണെങ്കിലും അത് തന്നെയാണ്, അബ്സോർബ് ചെയ്യുന്നുണ്ട് എങ്കിലും കംപ്ലീറ്റ്ലി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അതേ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഈ അംബ്രല്ലയുടെ ഷെയ്ഡിൽ നമുക്ക് നടക്കുമ്പോൾ നമുക്ക് റേഡിയേഷൻ അനുഭവപ്പെടുന്നില്ല. കാരണം ഈ അംബ്രല്ല നമുക്കൊരു ഷെയ്ഡായിട്ട് പ്രവർത്തിക്കുന്നു. അത് നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ വെയിലത്ത് പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ അംബ്രല്ല യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, കൈൻഡ്സ് ഓഫ് ക്ലോത്ത്സ് വി വെയർ ഇൻ സമ്മർ ആൻഡ് വിൻ്റർ. You know that in summer we prefer light colored clothes and in winter we usually wear dark colored clothes. Why is it so? Let us find out. അതായത് നമ്മളോട് ചൂടുള്ള സമയമാകുമ്പോൾ എല്ലാവരും പറയല്ലേ ലൈറ്റ് കളർ ഡ്രസ്സുകൾ വേണം ധരിക്കാനെന്ന്. അതായത് നല്ല ചൂടുള്ള നല്ല സമ്മർ സീസണൊക്കെ ആയി കഴിയുമ്പോൾ നല്ല ഡാർക്ക് കളേർഡ് അല്ലെങ്കിൽ നല്ല കറുത്ത ഡ്രസ്സുകളൊക്കെ ധരിച്ചാൽ നമുക്ക് ടു ഹോട്ടായിരിക്കും, നമുക്ക് ഒരുപാട് ചൂട് അനുഭവപ്പെടും അല്ലേ. നമ്മൾ ആ സമയത്ത് നമ്മളോട് മുതിർന്നവർ പറയുന്നത് എന്താണ്? ലൈറ്റ് കളേർഡ് ഡ്രസ്സുകൾ വേണം ധരിക്കാനെന്ന് പറയും. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് റിഫ്ലെക്ട്സ് മോസ്റ്റ് ഓഫ് ദ ഹീറ്റ് ദാറ്റ് fall on and there we feel more comfortable wearing them in summer. അതായത് ലൈറ്റ് കളേർഡ് ഡ്രസ്സാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും, ഈ ഹീറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇത് അബ്സോർബ് ചെയ്യുകയില്ല. അതായത് ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ഡാർക്ക് കളറാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നത്. ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ആകുമ്പോഴത്തേക്ക് അത് അബ്സോർബ് ചെയ്യുന്നില്ല. അഥവാ കുറച്ച് ഉണ്ടെങ്കിൽ തന്നെ അതിനെ അത് നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ ആയാലും അത് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് റിഫ്ലെക്ട്സ് മോസ്റ്റ് ഓഫ് ദ ഹീറ്റ് ദാറ്റ് ഫോൾ ഓൺ. നമുക്ക് അനുഭവപ്പെടുന്ന ഹീറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. ആൻഡ് ദെയർ ഫോർ വി ഫീൽ മോർ കംഫോർട്ടബിൾ വെയറിങ് ദം ഇൻ സമ്മർ. സമ്മറിൽ അത് ധരിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കംഫോർട്ടബിളായിട്ട് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സമ്മറിൽ നമ്മളോട് ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ധരിക്കണമെന്ന് പറയുന്നത്. അതുപോലെ പറയാം ഡാർക്ക് കളേർഡ് ഡ്രസ്സ് വെയർ ഇൻ വിൻ്ററിൽ ഡാർക്ക് കളർ ഡ്രസ്സ് ധരിക്കാനും പറയും. കാരണം എന്താണ്? ഡാർക്ക് കളർ എന്ത് ചെയ്യും? ഹീറ്റിനെ അത് എപ്പോഴും അബ്സോർബ് ചെയ്യും. ലൈറ്റ് കളേർഡ് ആണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും, ഡാർക്ക് കളർ ആകുമ്പോഴത് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഡാർക്ക് കളർ ഡ്രസ്സ് അബ്സോർബ്സ് മോർ ഹീറ്റ് ആൻഡ് കീപ്പ് അസ് വാം. ദെയർ ഫോർ വി ഫീൽ കംഫോർട്ടബിൾ വെൻ ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് ഇൻ വിൻ്റർ. ഓക്കെ, അതായത് ഡാർക്ക് കളർ ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് നമുക്ക് ബോഡി കുറച്ചും കൂടി വാം ആയതുപോലെ തോന്നും. കാരണം എന്താണ്? ഇത് ഹീറ്റിനെ ഇത് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബോഡി ഒന്നും കൂടി വാം ആയതുപോലെ തോന്നും. വിൻ്ററിൽ നമ്മൾ നന്നായിട്ട് തണുത്ത് വിറച്ചിരിക്കുന്ന സമയം അല്ലേ, അപ്പോൾ ശരീരം ഒന്ന് ചൂട് പിടിക്കുന്നത് നമുക്ക് നല്ലതാണ് അല്ലേ. അതുകൊണ്ടാണ് ഡാർക്ക് കളർ ഡ്രസ്സ് വിൻ്ററിലും
ലൈറ്റ് കളേർഡ് ഡ്രസ്സ് സമ്മറിലും ധരിക്കണം എന്ന് പറയുന്നത്. ലൈറ്റ് കളേർഡ് ഡ്രസ്സ് ധരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അത് റിഫ്ലക്റ്റ് ചെയ്യും ഹീറ്റിനെ. സോ ലൈറ്റ് കളേർഡ് നമുക്ക് മോർ കംഫർട്ടബിൾ ആയിരിക്കും അത് ധരിക്കുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് കളർ വിൻ്ററിൽ ധരിക്കുമ്പോഴത് ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബോഡി ഒന്ന് വാം ആകും. അത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ. ആക്ടിവിറ്റി 4.10. Take 2 identical tin cans, paint the outer surface of one black and of the other white. Pour equal amounts of water in each and leave them in the midday sun for about an hour. Measure the temperature of water in both the cans. Do you find any difference in the temperatures? അതായത് ഒരേപോലെ ഇരിക്കുന്ന 2 ക്യാനുകൾ എടുക്കുക. അതിൽ ഒന്നിനകത്ത് ബ്ലാക്ക് പെയിൻറ്റും ഒന്നിനകത്ത് വൈറ്റ് പെയിൻറ്റും അടിക്കുക. അതിൻ്റെ ഔട്ടർ സർഫസിലാണ് അടിക്കേണ്ടത്, അകത്തല്ല. പുറത്തെ സർഫസിൽ വൈറ്റ് പെയിൻറ്റും ഒന്നിൻ്റേത് ബ്ലാക്ക് പെയിൻറ്റും അടിക്കുക. എന്നിട്ട് ഒരേ എമൗണ്ട് വെള്ളം രണ്ടിലും നിറയ്ക്കുക. എന്നിട്ട് അതിനെ മിഡ് ഡേ സണ്ണിൽ, അതായത് ഉച്ച നേരമാകുമ്പോൾ, അതായത് ആ സമയത്താണല്ലോ നല്ല വെയിലുള്ളത്, ആ സമയത്ത് നിങ്ങളതിനെ പുറത്ത് വയ്ക്കുക. പുറത്ത് വെച്ചതിന് ശേഷം 1 മണിക്കൂർ അത് വെയിറ്റ് ചെയ്യുക. ഓക്കെ. മെഷർ ദി ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഇൻ ബോത്ത് ദ ക്യാൻസ്. എന്നിട്ട് ആ ക്യാനിനകത്തെ ടെമ്പറേച്ചർ നിങ്ങളൊന്ന് മെഷർ ചെയ്ത് നോക്കുക. അതായത് ബ്ലാക്ക് ക്യാനിൻ്റെയും വൈറ്റ് ക്യാനിൻ്റെയും ടെമ്പറേച്ചർ മെഷർ ചെയ്ത് നോക്കുക. ഡു യു ഫൈൻഡ് എനി ഡിഫറൻസ് ഇൻ ദി ടെമ്പറേച്ചേഴ്സ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ അല്ലേ. വിച്ച് ക്യാൻ ഈസ് ദി വാട്ടർ വാമർ? യു ക്യാൻ ഫീൽ ദി ഡിഫറൻസ് ഈവൻ ബൈ ടച്ചിങ് വാട്ടർ ഇൻ ദ 2 ക്യാൻസ്. അത് നിങ്ങളിപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്ത് നോക്കണമെന്ന് തന്നെ ഇല്ല. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളത്തിലൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഏതായിരിക്കും ചൂട് കൂടുതൽ, ഏതായിരിക്കും ചൂട് കുറവെന്ന്. ഒബിയസ്ലി ബ്ലാക്ക് ക്യാനിലുള്ളതായിരിക്കണം ചൂട് കൂടുതൽ. കാരണം എന്താണ്? ബ്ലാക്ക് പെട്ടെന്ന് തന്നെ ഹീറ്റിനെ അത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിയുമ്പോഴത് വെള്ളത്തിലേക്ക് കടന്നിട്ട് വെള്ളം ചൂടാകും അല്ലേ. അതെന്ത് പ്രതിഭാസമാണ്? കൺവെക്ഷൻ വഴി അല്ലേ. അപ്പോൾ അങ്ങനെ വെള്ളത്തിനെ പെട്ടെന്ന് അത് ചൂടാകും. അതേസമയം വൈറ്റ് കളേർഡ് ക്യാനാകുമ്പോൾ ഹീറ്റിനെ അത് പതുക്കെ അബ്സോർബ് ചെയ്യത്തുള്ളൂ. കാരണം അത് വൈറ്റ് കളറല്ലേ, ബ്ലാക്ക് പോലെയല്ലല്ലോ, ലൈറ്റ് കളറല്ലേ. അത് ഹീറ്റിനെ പതിയെ അബ്സോർബ് ചെയ്യുള്ളൂ. അത് തീരെ സ്ലോ ആയിട്ട് ചൂടാവുകയുള്ളൂ. ഓക്കെ. ആക്ടിവിറ്റി 4.11. ഫിൽ ദ 2 ക്യാൻസ് ആൻഡ് used in activity 4.10 with the same amount of hot water at the same temperature. Leave the cans in a room or in a shade. Note the temperature of water after 10 to 15 minutes. Does the temperature of water in both the cans fall by the same amount? അതായത് ഇതേ എക്സ്പെരിമെൻ്റ് തന്നെ, അതായത് നിങ്ങൾ 4.10 നടത്തിയ അതേ 2 ക്യാനും ഉപയോഗിച്ചിട്ട് ചൂടുവെള്ളം നിറയ്ക്കുക. അത് നമ്മൾ തണുത്ത വെള്ളം, അതായത് സാധാരണ നോർമൽ വാട്ടറായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ചൂടുവെള്ളം വയ്ക്കുക 2 ക്യാനിനകത്തും. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന അത് വയ്ക്കേണ്ടത് ഒന്നുകിൽ റൂമിലായിരിക്കണം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഡിലായിരിക്കണം. മീൻസ് എന്തെങ്കിലും തണലത്തായിരിക്കണം. അതായത് നല്ല ചൂടുള്ള സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല. തണലത്തോ അല്ലെങ്കിൽ റൂമിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഒന്നും കൂടി നിരീക്ഷിച്ച് നോക്കുക. Do these activities suggest to you the reason why it is more comfortable to wear white or light colored clothes in the summer and dark colored clothes in the winter? അതായത് ഈ ആക്ടിവിറ്റീസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ലൈറ്റ് കളേർഡ് ക്ലോത്ത്സ് സമ്മറിലും ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് വിൻ്ററിലും യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ആക്ടിവിറ്റീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഡാർക്ക് സർഫസ് അബ്സോർബ് മോർ ഹീറ്റ് ആൻഡ് therefore we feel comfortable and with dark colored clothes in the winter. അപ്പോൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഡാർക്ക് കളറ് ഹീറ്റിനെ അത് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് ഡാർക്ക് കളറായിട്ടുള്ള ഡ്രസ്സ് വിൻ്ററിൽ യൂസ് ചെയ്യാൻ നമുക്ക് വളരെ നല്ലതാണ് അല്ലേ.
അതായത് നമ്മുടെ ബോഡി ഒന്ന് വാമായിരിക്കാൻ എപ്പോഴും നല്ലതാണ് ഡാർക്ക് കളർ ഡ്രസ്സ് നമ്മൾ വിൻ്ററിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ ലൈറ്റ് കളർ ഡ്രസ്സ് നമ്മൾ സമ്മറിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ്. എന്താണ് കാരണം? ലൈറ്റ് കളറ് ഹീറ്റിനെ അത് റിഫ്ലക്റ്റ് ചെയ്യും, അത് അബ്സോർബ് ചെയ്യുന്നില്ല. സോ ലൈറ്റ് കളർ ഡ്രസ്സ് നമുക്ക് മോർ കംഫർട്ടബിൾ ദാൻ dark colored dress in summer. Okay, light colored clothes reflect most of the heat that falls on them, and therefore we feel more comfortable wearing them in the summer. Woolen clothes keep us warm in winter. In the winter we use woolen clothes. Wool is a poor conductor of heat. Moreover, there is air trapped in between the wool fibers. This air prevents the flow of heat from our body to the cold surroundings, so we feel warm. Suppose you are given the choice in winter of using either one thick blanket or two thin blankets joined together. What would you choose and why? Remember that there would be a layer of air in between the blankets. In winter we use woolen clothes. Wool is a poor conductor of heat. അതായത് വിൻ്ററിൽ നമ്മൾ സാധാരണയായിട്ട് വൂളൻ ക്ലോത്ത്സ് ഉപയോഗിക്കും അല്ലേ? എന്തുകൊണ്ടാണ്? വൂൾ ഈസ് എ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഹീറ്റിനെ കടത്തി വിടുകയില്ല. അതായത് ഒരു ബാഡ് കണ്ടക്ടറായിട്ടാണ് വൂള് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഹീറ്റിനെ അത് കടത്തി വിടുന്നില്ല. മോർ ഓവർ there is air trapped in between the wool fibers. അതുപോലെ തന്നെ വൂൾ ഫൈബേഴ്സിൽ എയറിനെ ഇത് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കും. എയർ ഈസ് ഓൾസോ എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ഓക്കെ, അപ്പോൾ ഹീറ്റിനെ അത് പുറത്തേക്ക് വിടുന്നില്ല. അതുകൊണ്ട് തന്നെ വൂളൻ ക്ലോത്ത്സ് നമ്മൾ വിൻ്ററിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി പെട്ടെന്ന് എന്താവുന്നു? ചൂടാവുന്നു. ഓക്കെ, ദിസ് എയർ പ്രിവെൻറ്റ്സ് ദി ഫ്ലോ ഓഫ് ഹീറ്റ് ഫ്രം അവർ ബോഡി ടു ദി കോൾഡ് സറൗണ്ടിങ്സ്. അതായത് ഹീറ്റിനെ അത് പുറത്തേക്ക് പോകാനായിട്ട് സമ്മതിക്കില്ല. കാരണം അത് ഒരു ബാഡ് കണ്ടക്ടറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റിനെ ഫ്ലോ ചെയ്യാനായിട്ടത് അനുവദിക്കുന്നില്ല. സോ അങ്ങനെയാണ് നമ്മുടെ ബോഡി വൂളൻ ക്ലോത്ത്സ് ധരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി നന്നായിട്ട് ചൂട് അനുഭവപ്പെടുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്നത് ഒരു ബ്ലാങ്കറ്റ് ആണോ നിങ്ങൾ, അതായത് കട്ടിയുള്ള ഒരു ബ്ലാങ്കറ്റ് ആണോ നിങ്ങൾ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, അതല്ലെങ്കിൽ തിന്നായിട്ടുള്ള തീരെ കനം കുറഞ്ഞ 2 ബ്ലാങ്കറ്റ്സ് ആണോ കൂടുതലായിട്ട് നമുക്ക് ചൂട് തരുന്നത്, അതായത് കംഫർട്ടബിൾ ആകുന്നത്, നമുക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആകുന്നത് 2 തിന്നായിട്ടുള്ള ബ്ലാങ്കറ്റ് ആണോ അതോ കട്ടിയുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു ബ്ലാങ്കറ്റ് ആണോ, ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എന്താണ് പറഞ്ഞത്? മോർ ലെയേഴ്സ് ഓഫ് ക്ലോത്തിങ് ഡ്യൂറിങ് വിൻ്റർ കീപ്സ് അസ് വാമർ അല്ലേ? അതായത് കൂടുതൽ ലെയേഴ്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബോഡി അതെന്ത് ചെയ്യുന്നു? വാം ചെയ്ത് വയ്ക്കുന്നു. സോ നമ്മൾ എന്ത് ചെയ്യണം? 2 ലെയർ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് പറ്റുന്നത്? എയറിനെ അവിടെ ട്രാപ്പ് ചെയ്യും അല്ലേ? എയറിനെ ട്രാപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹീറ്റിനെ അത് പുറത്തേക്ക് വിടുന്നില്ല. അപ്പോൾ ലെയർ കൂടും തോറും നമ്മുടെ ബോഡിക്ക് ചൂട് കൂടിക്കൊണ്ടേയിരിക്കും. സോ കംഫർട്ടബിളായിട്ടുള്ള ഏതാണ് നമുക്ക് ഏറ്റവും നല്ലത്? തിൻ ലെയറായിട്ടുള്ള 2 ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾക്ക് നല്ലത്. തിക്കായിട്ടുള്ള ഒരെണ്ണം യൂസ് ചെയ്യുന്നതിലും നമുക്ക് ഏറ്റവും നല്ലത് തിന്നായിട്ടുള്ള 2 യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ബോഡി വാമറാകുന്നത്. ഓക്കെ, more layers of clothing during winter keep us warmer than wearing just one thick piece of clothing because air gets trapped in between layers. The air is a bad conductor of heat. It does not allow the escape of heat from the body. Okay, അതായത് ഈ എയർ ട്രാപ്പ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് എയർ ഹീറ്റിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തു പോകാനായിട്ട് അനുവദിക്കുന്നില്ല. സോ നമുക്ക് എപ്പോഴും ചൂസ് ചെയ്യുന്നത് തിന്നായിട്ടുള്ള 2 ലെയറുള്ള ബ്ലാങ്കറ്റ് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ,
ഇതോടുകൂടി ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ചോദിക്കണം, അപ്പോൾ അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ഈ ചാപ്റ്ററിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻസും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെ എക്സാം ടോപ്പേഴ്സ് എന്ന നമ്മുടെ മറ്റൊരു ചാനലിൽ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഇതുവരെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കയറി കാണണം. അതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്ട്സിൻ്റെയും എക്സർസൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും നമ്മൾ അതിൽ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കയറി കാണണം. അതുപോലെ തന്നെ മാത്സിൻ്റെ ചാപ്റ്റർ വൈസ് എക്സർസൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇൻട്രൊഡക്ഷൻസും ഒക്കെ വളരെ വിശദമായിട്ട് തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്സും മറ്റുള്ള വിഷയങ്ങളും എല്ലാം എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആ ചാനലിൽ കൂടി കയറി കാണുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ സയൻസിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ. അതായത് എക്സർസൈസും എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടി ചെയ്തു തീരുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൂർണ്ണ രൂപമാകുകയുള്ളൂ അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസും എക്സർസൈസ് ക്വസ്റ്റ്യൻസും എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ കയറി കാണുക. അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളുടേതും കാണുക. ഓക്കെ.